മൗലവി, വൈസ് പ്രസിഡന്റ് അബ്ദുട്ടി ഹാജി, അബൂബക്കർ, അതുപോലെ തന്നെ ഇന്നലത്തെ പൊതുസമ്മേളനം അതിൻ്റെ ഭംഗി, അതിൻ്റെ ആരംഭത്തിൽ തന്നെ അതിൻ്റെ സ്വാഗതം വളരെ ലളിതമായി എന്നൊരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് കാണുന്ന മഹലിൻ്റെ സെക്രട്ടറി KS ഷാജിക്ക അല്പസമയം മുമ്പ് ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു. എന്തോ ഒരു ആവശ്യവുമായി അൻസാറിലൊരു ഏതോ ഒരു രോഗിയുമായി ബന്ധപ്പെട്ട് അൻസാറിലാണുള്ളത്. എത്രയും പെട്ടെന്ന് എത്തിച്ചേരുമെന്നാണ് വീരം അറിയിച്ചത്. അതുപോലെ തന്നെ ഇന്നലെ പ്രാർത്ഥനയ്ക്കും ഈ കുട്ടികളുടെ പരിപാടിയുടെ ആരംഭം മുതൽ തന്നെ മദ്രസയിലും പൊതുപരിപാടിയിലും അതിൻ്റെ തുടക്കം മുതൽ എല്ലാവിധ തരത്തിലും അതിനെ സഹകരിച്ചും അതിൻ്റെ സമയകരണങ്ങൾ നിയന്ത്രിച്ചും പോകുന്ന മദ്രസയുടെ സദർ എൻ്റെ ഗുരുനാഥനെ നാം വളരെ സ്നേഹിക്കുന്ന റഫീഖ് ഫൈസി ഉസ്താദ്, സൈനുദ്ദീൻ ഉസ്താദ്, മൊയ്തുട്ടി ഉസ്താദ്, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ നബിദിന കമ്മിറ്റിയുടെ ചെയർമാൻ, എൻ്റെ വീടിൻ്റെ അയൽവാസിയും സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നിരന്തരം ഡെയിലി തരുകയും അതിനുവേണ്ട ഉപദേശങ്ങൾ തന്ന് അതിൻ്റെ കാര്യതയോടു കൂടി പ്രവർത്തിക്കാൻ ഊർജം നൽകിയ ചെയർമാൻ ML അബ്ദുൽ ഖാദർ ഖാൻ, ഇന്നലെയും വരെ ഇന്ന് രാവിലെയും വരെ ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്ന് വളരെ ലളിതമായി വീട്ടിൽ വന്ന് അന്വേഷിച്ച് അതിനുവേണ്ട കാര്യങ്ങൾക്ക് നിർദ്ദേശങ്ങൾക്ക് അതനുസരണമായി നേതൃത്വം നൽകിയ ML അബ്ദുൽ ഖാദർ ഖാൻ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന അനവധി വ്യക്തിത്വങ്ങളുണ്ട്, മഹല്ല് മെമ്പർമാരുണ്ട്. ഈ പരിപാടിക്ക് വേണ്ടി നബിദിന കമ്മിറ്റിക്ക് വേണ്ടി ആഹാരാർത്ഥം പരിശ്രമിച്ച വ്യക്തിത്വങ്ങളുണ്ട്. നമുക്കറിയാം 3-4 സെക്ഷനുകളായിട്ടാണ് ഇതിൻ്റെ നബിദിനത്തിൻ്റെ ഫണ്ട് ശേഖരിക്കുന്നത്. അതിനു വേണ്ടി കഠിനാധ്വാനമായി പ്രവർത്തിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കാതെ അതിനെല്ലാം മറികടന്നുകൊണ്ട് അതിനു വേണ്ട സാമ്പത്തിക ശേഷി കണ്ടെത്തുവാൻ വേണ്ടി പരിശ്രമിച്ച PK കുഞ്ഞിപ്പ, മുസ്തഫ, കരീം ക, അസീസ് ക, അങ്ങനെ അനവധി പ്രവർത്തകരുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയാനുള്ള സമയമില്ല. എന്നിരുന്നാലും അവരെയും കൂടി ഞാൻ ഓർക്കുകയാണ്. നമുക്കറിയാം 1499 ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ, ഈ സുദിനത്തിൽ ഇന്നലെ പുലർച്ചയോടുകൂടി ആരംഭിച്ച മൗലീദ് പാരായണം നല്ലൊരു സദസ്സ് ആബിദ് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ മഹലിൽ നമ്മുടെ മസ്ജിദിൽ വെച്ച് തുടങ്ങി. അതിന് വേണ്ട കാര്യങ്ങൾ അവതരിപ്പിച്ചു. അത് നല്ല രീതിയിൽ അവസാനിച്ചു. അത് കഴിഞ്ഞ് പതാക ഉയർത്തൽ ചടങ്ങ് നടന്നു. അത് കഴിഞ്ഞ് അതിനോടനുബന്ധിച്ച് നബിദിന റാലി നടന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ഭാഗമായി നമ്മളുടെ മഹലിൽ നടന്ന ഭക്ഷണ വിതരണം, അതെല്ലാം റാഹത്തോടു കൂടി അതിൻ്റെ ഭംഗിയോടുകൂടി അതിൻ്റെ എല്ലാ ഭംഗിയിലും എല്ലാ തരത്തിലും എല്ലാ ഭാഗത്തുനിന്നും, കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നായാലും അതും ശരി, അല്ലെങ്കിൽ സബ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നായാലും പ്രവർത്തക സമിതിയുടെ ഭാഗത്തു നിന്നായാലും യുവാക്കളുടെ ഭാഗത്തു നിന്നായാലും എല്ലാവിധ പിന്തുണയോടുകൂടി അതിൻ്റെ ഭംഗിയിൽ അതെല്ലാം കാര്യങ്ങൾ നടന്നു. ഈ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതോടുകൂടി മൗലീദ് കഴിഞ്ഞ് സംസ്കാരത്തോടനുബന്ധിച്ച് നമ്മളുടെ കുട്ടികളുടെ പ്രോഗ്രാം ആരംഭിക്കുകയും നല്ല രീതിയിൽ സബ് ജൂനിയറും കിഡ്സിൻ്റെ പ്രോഗ്രാം എല്ലാം ആരംഭിച്ചു. അവർ നബിദിനത്തെക്കുറിച്ചും മറ്റുള്ള അവതരണ ശൈലിയോട് കൂടി നമ്മളുടെ നബിദിന പ്രോഗ്രാമിന് അതിൻ്റെ ഭംഗിയേറ്റി. അതെല്ലാം കഴിഞ്ഞ് നല്ലൊരു പൊതുസമ്മേളനം വേദിയിൽ അവതരിപ്പിച്ചു. അതിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച ബഹുമാന്യനായ നമ്മളുടെ മഹലിൻ്റെ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മൗലവിയെ ഞാൻ എൻ്റെ പേരിലും നബിദിന കമ്മിറ്റിയുടെ പേരിലും ഞാൻ ഈ പൊതുസമ്മേളനത്തിലേക്കും നബിദിനത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഉദ്ഘാടനം നടന്ന നമ്മളുടെ മഹലിൻ്റെ ഖത്തീബ് നമുക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അത് മഹലിൻ്റെ എല്ലാ കാര്യത്തിലും ദീനിൻ്റെ അതിൻ്റെ ചിട്ടയോടുകൂടി അതിൻ്റെ എല്ലാ കാര്യങ്ങളോടുകൂടി നമുക്ക് പറഞ്ഞു തന്ന് അതിൻ്റെ മസാലക്ക് അതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകി നമ്മളോട് ഉന്നയിച്ച് നിർത്തുന്ന നമ്മളുടെ ബഹുമാന്യനും ഞാൻ ആദരിക്കുന്നു ബഹുമാനിക്കുന്നതുമായ മഹല്ല് ഖത്തീബ് ആബിദ ഹുസൈനെയും ഉസ്താദിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ മഹലിൻ്റെ നമ്മളുടെ ഈ പ്രോഗ്രാമിൻ്റെ പ്രാർത്ഥന നടത്തിയ എൻ്റെ ഗുരുനാഥനും എനിക്ക് വളരെയേറെ ഇഷ്ടവുമുള്ള വ്യക്തിയാണ് എൻ്റെ റഫീഖ് ഫൈസി ഉസ്താദിനെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഒപ്പം തന്നെ നമുക്കറിയാം നമ്മളെ നബിദിന കമ്മിറ്റിയുടെ ചെയർമാൻ ML അബ്ദുൽ ഖാദർ. നമുക്ക് ഈ തുടക്കം മുതൽ ഞാൻ ഈ പരിപാടി ഏറ്റെടുക്കുമ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് ഒരു കമ്മിറ്റ്മെൻറ്റാണ്. ഞാൻ ഈ മഹലിൽ ഇങ്ങനെ ഉണ്ടാവാറില്ല, വളരെ പെട്ടെന്നാണ് ഇവിടെ വന്ന് ചേർന്നതും. അപ്പോൾ ഇത് ഏറ്റെടുക്കണം എന്നുള്ള നിർദ്ദേശം പറഞ്ഞപ്പോൾ പറ്റൂല, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ നടക്കൂല എന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ട എല്ലാവിധ സപ്പോർട്ടോടു കൂടി ഞങ്ങളൊക്കെ ഇല്ല എന്ന് പറഞ്ഞ് ഈ ധൈര്യത്തിൽ അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയെന്ന് പറഞ്ഞ ML അബൂബക്കർക്ക. ഞാൻ മൂപ്പരോട് 2 വട്ടം പറഞ്ഞു എന്നെ മാറ്റി നിർത്തണം, എനിക്ക് എൻ്റെ അനുജനുമായുള്ള കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മൂപ്പര് പറഞ്ഞ് അതല്ല, ഇത് അതിനൊക്കെ ആ സമയമാകുമ്പോൾ അതൊക്കെ നടക്കുന്ന പറഞ്ഞു. അൽഹംദുലില്ലാ. എന്നാലും അതിൻ്റെ റാഹത്തോടു കൂടി ഇന്ന് ഈ സമയം വരെ അത് ഭംഗിയിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റക്കുറച്ചിലൊക്കെ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാം പരിഹരിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത നബിദിനം ഇതിനും ഉഷാറായി റബീഉൽ അവ്വലിനെ സ്വീകരിക്കുവാനും അതിനെ മടക്കി അയക്കുവാനും നമുക്ക് സാധിക്കണം. ഒപ്പം തന്നെ ഞാൻ എൻ്റെ കർത്തവ്യമായ സ്വാഗതത്തിലേക്ക് കടക്കുകയാണ്. ML ചെയർമാൻ ML അബൂബക്കർ സാഹിബിനെ, അബ്ദുൽ ഖാദർ സാഹിബിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നബിദിന കമ്മിറ്റിയുടെ ട്രഷറർ സാനുക്ക, അദ്ദേഹം എന്തോ ഒരു അർജൻറ്റ് കാര്യമായിട്ട് ഇവിടെ ഇല്ല, ഇൻഷാ അല്ലാഹ് എത്തിച്ചേരും. സാനുക്കയെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രവർത്തക സമിതി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊന്നുകൂടി വിപുലീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ചെയർമാനായ അക്ബർ സാഹിബിനെയും ഞാൻ ഈ വേദിയിലേക്കും നബിദിന കമ്മിറ്റിയുടെ പേരിലും മഹലിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ കൺവീനറായി നമുക്ക് നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും അതിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ച് അത് മനസ്സിലാക്കി തന്ന് എല്ലാവിധ സഹകരണത്തോടു കൂടി ഇടയ്ക്കും തെക്കും തിരക്കിലാണെങ്കിലും വിളിച്ച് അന്വേഷിച്ച എൻ്റെ അയൽവാസിയും ഞാൻ എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് കാണുന്ന പ്രിയപ്പെട്ട ML അമീൻക. അദ്ദേഹം വളരെയേറെ തിരക്കിലും വ്യക്തിയാണ്, പോകാനുള്ള തിരക്കൊക്കെ ഉണ്ട്, എന്നാലും നബിദിനം കഴിഞ്ഞ് പോവുള്ളൂ എന്നുള്ള ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അത് ഭംഗിയായി അതിലോട് നിന്നു. ഇൻഷാ അല്ലാഹ് അപ്പോൾ എനിക്ക് വേണ്ട കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ഉണ്ടോ, എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് എൻ്റെ നിർദ്ദേശങ്ങൾ തന്ന ML അമീൻകായെയും ഞാൻ എൻ്റെ പേരിലും നബിദിന കമ്മിറ്റിക്കും വേണ്ടിയും മഹല്ല് കമ്മിറ്റിക്കും വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇതിൻ്റെ ഒരു കാര്യദർശിയായി ഒമാൻ കമ്മിറ്റിയുടെ സെക്രട്ടറിയും കൂടിയായ സഹീർക്ക, നമുക്കറിയാം അനവധി പ്രോഗ്രാമുകളൊക്കെ കൺവീനറും ചെയർമാനായിട്ടുള്ള വ്യക്തിയാണ്, എൻ്റെ ഒരു കുടുംബ ബന്ധുവാണ്, വളരെ ലളിതമായി സംസാരിക്കുകയും വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന വ്യക്തിയും കൂടിയാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം കൊടുക്കുമാറാട്ടെ. ആ സഹീർ ഖാനെയും ഞാൻ എൻ്റെ പേരിലും നബിദിന കമ്മിറ്റിയുടെ പേരിലും മഹല്ല് കമ്മിറ്റിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമുക്ക് ഈ പ്രോഗ്രാമിന്, ഈ കുട്ടികളുടെ പ്രോഗ്രാമിന് അതിന് നേതൃത്വം വഹിക്കുന്ന നമ്മളുടെ സൈനുദ്ദീൻ ഉസ്താദ്, മെയ്തുട്ടി ഉസ്താദ്, മറ്റു ഉസ്താദുമാരുണ്ട്, എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല, എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇന്ന് ഈ വേദിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന, നമുക്കറിയാം നമ്മളെ ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്നു കുട്ടികളെ, അതിൻ്റെ രീതിയിൽ ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അതിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് അതിൻ്റെ ഭംഗിയിലും അതിൻ്റെ റാഹത്തോടു കൂടി ആ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കുന്ന ആഫിൽ അബ്ദുറഊഫ് അസ്അരി ഉസ്താദിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ വേദിയിലുള്ള മറ്റ് നമ്മളെ നബിദിന കമ്മിറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറി TK ഇബ്രാഹിം, VA ഷജീർ, ഇവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഷജീർ, സലാം, അബ്ദുസലാം, നമുക്കറിയാം നബിദിന കമ്മിറ്റിയുടെ ഒരു ഭാഗമായിട്ട് എപ്പോഴും എൻ്റെ കൂടെയും എൻ്റെ പ്രവർത്തിക്കാൻ എപ്പോഴും ഉണ്ടായിരുന്ന 2 വ്യക്തിത്വങ്ങളാണ് ഷജീർക്കയും അതുപോലെ അബ്ദുസലാം. നബിദിന റബീഉൽ അവ്വൽ പിറന്നു, അതിൻ്റെ പുലരി മാസം കണ്ടത് മുതൽ തന്നെ അതിൻ്റെ ആവേശകരമായി നമ്മളെ മസ്ജിദിനെ അലങ്കരിക്കുന്ന കാര്യത്തിൽ ഇന്ന് ഈ മാസം എന്നല്ല, ഈ കൊല്ലം തന്നെയല്ല, ഇതിന് മുൻകാലങ്ങളിലും അതിൻ്റെ ഭംഗിയിൽ അത് കണ്ടെത്തി അതാത് സമയങ്ങളിൽ അതിൻ്റെ മാലാവിവരണങ്ങളോട് വർണ്ണാഭക്ഷണമായി അല്ലെങ്കിൽ അതിൻ്റെ ലൈറ്റ് അലങ്കാരം ഏറ്റെടുത്ത് ഇന്ന് ഇതുവരെ ഇതിനൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അബ്ദുസലാം. നമുക്കറിയാം നമ്മളെ കുഞ്ഞിപ്പയുടെ മകനാണ്.
അള്ളാഹു താല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഇനിയും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. എൻ്റെ പേരിലും നബിദിന കമ്മിറ്റിയുടെ പേരിലും മഹല്ല് കമ്മിറ്റിക്കും വേണ്ടി ഞാൻ അബ്ദുസ്സലാമിനെയും ഷജീർക്കയെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ യൂത്ത് വിങ്ങിൻ്റെ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാർ ഇതിനുമായി സഹകരിച്ചവരുണ്ട്, ഒരുപാട് ചെറുക്കന്മാരും ഇടനിലക്കാരുമായി അവരെന്നോട് സഹകരിച്ച വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്ന സമയമില്ല, എന്നിരുന്നാലും 1-2 പേരുകളൊക്കെ ഞാൻ ഉപയോഗിക്കുകയാണ്. ഷഹീം, ഫൈസൽ, മൻസൂർ, മുനീർ, ഒരുപാട് വ്യക്തിത്വങ്ങൾ, മജീദ്, ഹമീദ്, ജസീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ നബിദിന കമ്മിറ്റിക്ക് വേണ്ടി നമ്മളെ മുസ്തഫക്കാട് ഒരു ഏരിയ ഉണ്ട് നബിദിന കമ്മിറ്റിയുടെ പിരിവിക്കാൻ വേണ്ടി. ആ ഏരിയയുടെ കൈകാര്യം ചെയ്തിരുന്നത് ജസീലാണ്. അത് അൽഹംദുലില്ലാ വലിയൊരു റാഹത്തോടു കൂടി, അതിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി, അതിൻ്റെ ഭംഗിയോടുകൂടി അത് നിറവേറ്റുകയും അതിൻ്റെ ഭംഗിയോടുകൂടി ഇന്ന് ഈ പ്രോഗ്രാമിൻ്റെ ഇപ്പോഴും അതിനു വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റൂല എന്നിവരെ പറഞ്ഞിട്ടില്ല, അത് സാധിച്ചു കൊടുക്കുന്ന ഒരു മോനാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എപ്പോഴും പള്ളിക്കും മറ്റ് ദീനീ കാര്യങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള ആരോഗ്യം, ആഫിയത്തും ദീർഘായുസ്സും ആ മകന് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവനെയും ഞാൻ എല്ലാവരെയും എൻ്റെ പേരിലും ഈ നബിദിന കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന മുസ്തഫക്ക, യൂസഫക്ക, അതുപോലെ സൈനുദ്ദീൻ ഉസ്താദ്, ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മളുടെ മഹലിലെ വ്യക്തിത്വങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ മഹലിൻ്റെ മുൻകാല സെക്രട്ടറിയും നമ്മളുടെ നബിദിന പ്രോഗ്രാമിൻ്റെ ജഡ്ജസ്റ്റുമായ സലീം ക, ഞാൻ വളരെ സ്നേഹത്തോടു കൂടി, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നിരുന്നാലും ജഡ്ജസ്റ്റായി ഉണ്ടാവില്ല എന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് എന്നോട് പറഞ്ഞ സലീം ക, അദ്ദേഹത്തിനെ ഞാൻ എൻ്റെ പേരിലും നബിദിന കമ്മിറ്റിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ മഹലിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ML അബൂബക്കർ, അബ്ദുട്ടി ഹാജി, ഇവരൊക്കെ എപ്പോഴും ദീനിനും വേണ്ടിയിട്ടും അതേപോലെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടും എപ്പോഴും പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. ഒരാൾ ഉപദേശിക്കേണ്ട കാര്യങ്ങൾ അവരോടില്ല, അവർക്കത് കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള കഴിവുണ്ട്, അവരത് ചെയ്യാറുമുണ്ട്. അല്ലാഹു തആല അവർക്ക് എപ്പോഴും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. മരണം വരെ നമ്മളോട് കൂടെ ഇത്രയും കാര്യങ്ങളിൽ അവർ പങ്കുചേരാനുള്ള ഭാഗ്യം അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഒപ്പം തന്നെ നമ്മളുടെ ഷാർജ കമ്മിറ്റിയുടെ സെക്രട്ടറി ഷമീർ ഇതിൻ്റെ ഒരുപാട് നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഇതിൻ്റെ ചിട്ടയോട് കൂടി നടത്തുവാൻ ഒരുപാട് ഉപദേശങ്ങൾ നൽകിയ വ്യക്തിയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ആരോഗ്യം ആഫിയത്തും നൽകട്ടെ. എൻ്റെ പേരിലും നബിദിന കമ്മിറ്റിയുടെ പേരിലും മഹലിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം ഈ നബിദിന പ്രോഗ്രാം ഇന്ന് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് നബിദിന സമ്മാനങ്ങൾ, അതിൻ്റെ പ്രോഗ്രാമിൻ്റെ സമ്മാനങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ട സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദുബായ് കമ്മിറ്റിയാണ്. അത് വേണ്ട രീതിയിൽ അതിൻ്റെ ഭംഗിയോടുകൂടി നടക്കണമെന്ന് എന്നെ വിളിച്ച് അന്വേഷിക്കുകയും നിയന്ത്രണം അതിൻ്റെ യഥാസമയങ്ങളിൽ എല്ലാം ക്ലിയർ അല്ലേ, എല്ലാ സമ്മാനങ്ങളും മേടിച്ചില്ലേ എന്ന് അന്വേഷിച്ച ദുബായ് കമ്മിറ്റി ഭാരവാഹികളുണ്ട്. റഷീദ് ക, അബൂബക്കർക്കാടെ മകൻ മൻസൂർ, മുഹമ്മദിക്കാടെ മകൻ ഫൈസൽ, ഇവരെല്ലാവരും എന്നുമായി ബന്ധപ്പെട്ടിരുന്നു. അല്ലാഹു തആല അവർക്ക് അവരുടെ ജോലിയിൽ ഹൈർ നൽകി അനുഗ്രഹിക്കട്ടെ. ആരോഗ്യം ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ഇനിയും നബിദിന പ്രോഗ്രാമുകളിലേക്ക് അതിനുവേണ്ട സഹായങ്ങൾ ചെയ്യാനുള്ള മനസ്സും ആരോഗ്യം ആഫിയത്തും അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും ഞാൻ ഈ കമ്മിറ്റിയുടെ പേരിലും നബിദിന കമ്മിറ്റിയുടെ പേരിലും എൻ്റെ പേരിലും ഈ മഹലിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ അമ്മാ കമ്മിറ്റി, സഹീർക്ക, അതുപോലെ ഷംസീർ, നിരവധി അങ്ങനെ അനവധി ആളുകളുണ്ട്, പേര് ഓർമ്മയിൽ വരുന്നില്ല. അവരെയും ഞാൻ എൻ്റെ പേരിലും നബിദിന കമ്മിറ്റിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വിദേശ കമ്മിറ്റിയായ ഖത്തർ കമ്മിറ്റിയുടെ പ്രതിനിധികളുണ്ട്. അവർ ഇന്നലെ മുതലേ ഈ പരിപാടിയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഷമീർ ഖാൻ നമുക്കറിയാം, ഉണ്ണിക്കയുടെ മകനാണ്. ഉണ്ണിക്കാക്ക് ആരോഗ്യമായുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ വേദിയിൽ ഒരു ഭംഗിയായി എപ്പോഴും നമ്മളെ സാന്നിധ്യം അറിയിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ.
ഷമീർ ഖാനെയും ഞാൻ എൻ്റെ പേരിലും നബിദിന കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഖത്തർ കമ്മിറ്റിയുടെ പ്രതിനിധി ഷൗക്കത്ത് ഖാ ഇന്ന് അദ്ദേഹം ഏതോ സിയാറത്ത് കാര്യങ്ങളുമായി പുറത്തു പോയിരിക്കുകയാണ് എന്ന് അറിഞ്ഞു. അദ്ദേഹത്തിനെയും ഞാൻ എൻ്റെ പേരിലും നബിദിന കമ്മിറ്റിയുടെ പേരിലും മഹലിൻ്റെ കമ്മിറ്റിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇന്നലെയും ഇന്നുമായി ഇവിടെ സദസ്സിലുണ്ട്. മലേഷ്യ ലത്തീഫ് ഖാ, ഇന്നും അവരുടെ സാന്നിധ്യം വളരെ അനുഗ്രഹമാണ്. അല്ലാഹു തആല അവരെയും നമ്മളെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ പേരിലും മഹലിൻ്റെ പേരിലും നബിദിന കമ്മിറ്റിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മളെ മഹലിൻ്റെ നെടും തൂണായി പ്രവർത്തിക്കുന്ന, നമ്മളെ മഹലിൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെ പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മളെ നാട്ടിൽ വേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾ അത് ചോദിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി നമ്മളോട് കൂടെ ഒരു താങ്ങായി ഒരു ജ്യേഷ്ഠനെ പോലെ പ്രവർത്തിക്കുന്ന നമ്മളെ മഹലിൻ്റെ സെക്രട്ടറി, ഇന്നും അദ്ദേഹം ഇതിൻ്റെ തുടക്കം മുതലേ ഇന്നും രാവിലെയും വിളിച്ച് ബഷീർ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുകയും അതിന് വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാനുണ്ടോ എന്ന് നിർദ്ദേശങ്ങൾ നൽകുകയും അത് എങ്ങനെ ചെയ്യേണ്ടത് എന്ന് എന്നെ വിളിച്ച് അന്വേഷിച്ച് അതിൻ്റെ യഥാർത്ഥ സമയങ്ങളിൽ അത് നിറവേറ്റണമെന്ന് എന്നോട് ഉപദേശിക്കുകയും വളരെ നല്ല രീതിയിൽ ലളിതമായി സൗമ്യമായി എന്നോട് പെരുമാറുകയും എനിക്ക് വേണ്ട കാര്യങ്ങൾ എൻ്റെ സമയങ്ങൾ അതാത് സമയങ്ങളിൽ നിർദ്ദേശിക്കുന്ന ബഹുമാനപ്പെട്ട ഈ മഹലിൻ്റെ സെക്രട്ടറി KH ഷാജിക്ക, അദ്ദേഹത്തെയും ഞാൻ എൻ്റെ പേരിലും നബിദിന കമ്മിറ്റിയുടെ പേരിലും ഞാൻ മഹലിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിയ നമുക്കറിയാം, നമുക്ക് ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇന്നലെ ഇഫ്ലും മറ്റു കാര്യങ്ങളൊക്കെയായി പഠിച്ച് ഇവിടെ അതിനെ അനുമോദിക്കുകയും നിരവധി സമ്മാനങ്ങളും അല്ലെങ്കിൽ ഉപഹാരങ്ങളൊക്കെ കൊടുത്തു. ഒരു ഇഫ്ല് പഠിച്ചിറങ്ങിയ ഒരു മകനെ നമ്മൾ ഇന്ന് ഈ വേദിയിൽ കണ്ടു. അൽഹംദുലില്ലാ, നല്ലൊരു സദസ്സായി ഇന്നലെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞു. നബിദിനത്തിന് നബിയുടെ ചര്യ മാത്രമല്ല, അതിനുപരി ഖുർആൻ പഠിച്ചിറങ്ങിയ ഒരു കുട്ടിയെയും നമുക്ക് ഇതിൽ കൂടെ അനുമോദിക്കാൻ കഴിഞ്ഞു. അല്ലാഹു തആല നമ്മളെയും അവരെയും അനുഗ്രഹിക്കട്ടെ. ഒപ്പം നമുക്കറിയാം, നമ്മളെ ഈ മഹലിൻ്റെ ഈ പള്ളിയുടെ പരിസരത്ത് നമ്മളെ ബഹുമാനപ്പെട്ട കുഞ്ഞൻ സാഹിബിൻ്റെ മകൾ വളരെ കഷ്ടപ്പെട്ട് കഠിനാധ്വാനത്തിലൂടെ MBBSൻ്റെ എൻട്രൻസ് പാസ്സായി. നമുക്കറിയാം, വളരെ പ്രയാസമാണ് ഒരു എൻട്രൻസ് പാസ്സായി അതിൻ്റെ ആ സീറ്റിൽ അല്ല ആ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരുക എന്നുള്ളത്. അത് കഠിനാധ്വാനത്തിലൂടെ ആ മകൾ നല്ലതിൽ പാസ്സായി പഠിച്ചു. എൻട്രൻസ് എക്സാമിൽ ആ ലിസ്റ്റിൽ കയറി പറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ആ മകളെയും ഞാൻ MBBSൻ്റെ എൻട്രൻസ് എക്സാമിലെത്തിയ കുട്ടിയുടെ ഉമ്മയെയും മാതാപിതാക്കളെയും ഞാൻ അനുമോദിക്കുകയാണ്. മക്കളെ വാർത്തെടുക്കുന്നതിൽ നമ്മൾ ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു. അതിൻ്റെ ദീനിൻ്റെ കാര്യത്തിലായാലും മതപഠനത്തിൻ്റെ കാര്യത്തിലായാലും ഭൗതികപരത്തിൻ്റെ കാര്യത്തിലായാലും നമ്മൾ പ്രവർത്തിക്കേണ്ട സമയമുണ്ട്. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. റംഷീദ നസ്രിൻ എന്ന കുട്ടിയെയും ഞാൻ എൻ്റെ പേരിലും വ്യക്തിപരമായും അതുപോലെ തന്നെ നബിദിന കമ്മിറ്റിയുടെ പേരിലും മഹൽ കമ്മിറ്റിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇഫ്ള് പഠിച്ച മക്കളുണ്ട്, അവരുടെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അവരെയും ഞാൻ എൻ്റെ പേരിലും നബിദിന കമ്മിറ്റിയുടെ പേരിലും മഹലിൻ്റെ കമ്മിറ്റിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ പ്രവർത്തിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. നമുക്കറിയാം, ഇതിൻ്റെ ട്രഷർ അദ്ദേഹം പണി കാര്യങ്ങളൊക്കെ ആയിട്ട് നീങ്ങുന്ന വ്യക്തിയാണ്. എന്നിരുന്നാലും അതിൻ്റെ യഥാസമയങ്ങളിൽ അത് അന്വേഷിച്ച് അതിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകി എന്താണ് എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത് എന്ന് എന്നെ വിളിച്ച് ചോദിക്കുകയും അതിനുവേണ്ട സമയക്രമങ്ങൾ കണ്ടെത്തി പണിസ്ഥലത്ത് നിന്ന് പണിയോ വസ്ത്രങ്ങളോ മാറാതെ എൻ്റെ കൂടെ വന്ന് അതിനുവേണ്ടി സഹകരിച്ച നബിദിന കമ്മിറ്റിയുടെ ട്രഷർ സാനുക്ക, ഞാൻ എൻ്റെ പേരിലും വ്യക്തിപരമായും അതുപോലെ തന്നെ നബിദിന കമ്മിറ്റിയുടെ പേരിലും മഹലിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരുപാട് യുവാക്കളുണ്ട്, സമദ്, അഫ്സല്, അങ്ങനെ ഒരുപാട് യുവാക്കളുണ്ട്. നമുക്കറിയാം, മഹൽ കമ്മിറ്റിയുടെ നിരന്തര സേവനങ്ങൾ ബന്ധപ്പെടുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരുടെ പേരും ഞാൻ എടുത്തു പറയുന്നില്ല. അവരെയും ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും അതുപോലെ നബിദിന കമ്മിറ്റിയുടെ പേരിലും മഹലിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മഹലിൻ്റെ ഒരു മെമ്പറായ നമുക്കറിയാം കുഞ്ഞിപ്പൂക്ക, ഈ മഹലിൻ്റെ ഈ പള്ളിക്ക് വേണ്ടി നിരന്തരം ഇവിടെ ബന്ധപ്പെടുന്ന വ്യക്തിയാണ്. ആ കുഞ്ഞിപ്പൂക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് പിരിക്കുന്ന കാര്യത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആരെങ്കിലും വേറെ ഏൽപ്പിക്കണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല, അതൊക്കെ അതാ സമയങ്ങളിൽ അതുണ്ടാവും. അല്ലാഹു തആല അദ്ദേഹത്തിന് ആരോഗ്യം ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ.
കുഞ്ഞിപ്പയെയും ഞാൻ എൻ്റെ പേരിലും നബിദിന കമ്മിറ്റിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ മഹലിൻ്റെ ജോയിന്റ് സെക്രട്ടറി ആലുങ്ങൽ അബുക്ക, അദ്ദേഹത്തിന് അറിയാം നമുക്ക് കൃത്യനിഷ്ഠയോട് കൂടി കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ ഒരു ദിവസം അവരുടെ കൂടെ പിരിക്കാൻ പോയി. വളരെ ചിട്ടയോട് കൂടി, അതിൻ്റെ ഭംഗിയിൽ, അതിൻ്റെ കാര്യഗൗരവത്തോടു കൂടി, അതിൻ്റെ ചിട്ടയോട് കൂടി നടത്തുന്ന ഒരു വ്യക്തിയാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ പേരിലും നബിദിന കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ സമദ്, ഫൈസൽക്ക, ഫസ്ലുക്ക, നിരവധി ഷജീർക്ക, ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, അവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ ഷാർജ കമ്മിറ്റിയുടെ പ്രതിനിധികളുണ്ട്, മുസ്തഫക്ക, അനവധി പേരുണ്ട്, അവരെയും ഞാൻ എൻ്റെ പേരിലും നബിദിന കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ചെയ്തുകൊണ്ട്, ഒപ്പം തന്നെ ഈ മഹലിൻ്റെ ഈ പൊതുസമ്മേളനത്തിൽ എത്തിച്ചേർന്ന, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന മഹൽ നിവാസികൾ, കുട്ടികൾ, സ്റ്റുഡൻറ്റ്, അതുപോലെ തന്നെ മുതിർന്ന വ്യക്തിത്വങ്ങൾ, പ്രായമായവരുണ്ട്, ഒപ്പം തന്നെ സ്ത്രീകളുണ്ട്, എൻ്റെ അനുജന്മാരുണ്ട്, അനിയത്തിമാരുണ്ട്, എല്ലാവരെയും ഞാൻ എൻ്റെ പേരിലും മഹൽ കമ്മിറ്റിയുടെ പേരിലും നബിദിന കമ്മിറ്റിക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ ചുരുക്കുന്നു. വാഹിർ ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.